ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജഡം ദുർബലമാണ്. സ്വയം വലുതാക്കുകയും ദൈവത്തെ ചെറുതാക്കുകയും ചെയ്യുന്നത് നമ്മുടെ പഴയ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏതൊരു സ്ഥാപനങ്ങളിലും ഇന്ന് ഡ്രസ് കോഡ് നിർബന്ധമാണ്. അതുപോലെ ക്രിസ്തു വിശ്വാസിക്കും ഒരു ഡ്രസ് കോഡ് വേണം. താഴ്മയുടെ ഡ്രസ് കോഡ് ധരിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തെത്താനാകില്ല. 1 പത്രോസ് 5:5 പത്രോസ് താഴ്മ ധരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. 5:6 കേൾക്കൂ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ എന്നാണ് പറയുന്നത്. നാം ബൈബിളിൽ ദൈവത്തെക്കുറിച്ചാണ് കാണുന്നത്. ബൈബിൾ വായിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് പഠിക്കാനാണ്, നമ്മെ തന്നെ കാണാനല്ല. ബൈബിൾ നമുക്കുള്ളതാണ്, പക്ഷേ അത് നമ്മെക്കുറിച്ചല്ല. അത് ദൈവത്തെക്കുറിച്ചും നമുക്ക് ദൈവത്തെ എങ്ങനെ കൂടുതൽ അറിയാമെന്നതിനെക്കുറിച്ചുമാണ്. ദൈവത്തെ അറിയാൻ നാം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തണം. ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് ഫിലിപ്പർ 2:5-9 വരെയുള്ള ഭാഗങ്ങളിലുണ്ട്. കേൾക്കൂ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നെന്ന് 1 പത്രോസ് 5:5 പറയുന്നു. അഹങ്കാരം നമ്മുടെ നിലവിലെ സ്ഥിതിയാണ്. അതിനാൽ എളിമ ധരിക്കാൻ ബോധപൂർവവും മനഃപൂർവവുമായ പ്രവൃത്തി നമുക്ക് ആവശ്യമാണ്. അതിന് സമയവും പരിശ്രമവും ആവശ്യമുണ്ട്. നാം നമ്മെ തന്നെ താഴ്ത്തിയില്ലെങ്കിൽ ദൈവം നമ്മെ താഴ്ത്തും. ലൂക്കോസ് 14:11 കേൾക്കൂ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നാം താഴ്മയോടെ നമ്മുടെ സ്ഥാനം എന്തെന്നറിയുക. റൂത്തിനെ പോലെ നാം പരദേശികളാണ്. ബോവസ് റൂത്തിനെ വീണ്ടെടുത്ത പോലെ വീണ്ടെടുപ്പുകാരനായ യേശുവാണ് രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് അടുത്ത് വരാൻ ക്ഷണിച്ചത് എന്നോർത്തുകൊണ്ട് താഴ്മയോടെ ദൈവത്തെ സമീപിക്കണം. മാർക്കോസ് 10:44-45 യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി നൽകാനുമാണ് വന്നത്. ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യന് ഉറപ്പായും താഴ്മ ധരിക്കും. ബൈബിളാകുന്ന കണ്ണാടിയിലൂടെ നാം ജീവിതത്തെ തന്നെ കാണുമ്പോൾ നമുക്ക് ആരെയും താഴ്ത്തിക്കെട്ടാനാകില്ല. താഴ്മയുണ്ടെങ്കിലേ ദൈവത്തെയും വചനത്തെയും നമുക്ക് ഉൾക്കൊള്ളാനാകും. ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിൽ നിന്ന് നാം ശ്രവിക്കുമ്പോൾ നമ്മിൽ ഒരു താഴ്മ ആവശ്യമുണ്ട്. താഴ്മയോടെ ആ വചനം കേൾക്കുകയും അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ സത്യവേദ പുസ്തകവുമായി തട്ടിച്ചു നോക്കി തിരുത്തുകയും വേണം. ആദിമസഭയിൽ ബെരോവിയയിലെ ജനങ്ങൾ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 17:10-11 പറയുന്നുണ്ടല്ലോ. അല്ലാതെ തലക്കനത്തോടെ മുൻവിധിയോടെ മറ്റുള്ളവരിൽ നിന്ന് ദൈവവചനം കേൾക്കാൻ തുനിഞ്ഞാൽ അത് നമ്മുടെ ആത്മാവിനെ ഹാനികരമാകും. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ദുരുപദേശകരെ തിരിച്ചറിയാം. ചുറ്റുമുള്ളവരെ വില കുറച്ച് കാണുകയും അപ്രധാനരായി തോന്നുകയും ചെയ്യുന്ന മനോഭാവത്താൽ വചനം ശ്രദ്ധിക്കാൻ തുനിയരുത്. ഫിലിപ്പർ 2:3 കേൾക്കും. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. താഴ്മയില്ലാതെ നമുക്ക് ദൈവത്തെ അംഗീകരിക്കാനാവില്ല. ഫലപ്രദമായ ആത്മീയ വളർച്ച താഴ്മയിൽ അധിഷ്ഠിതമാണ്. യേശുവിൻ്റെ മനോഭാവം സ്വീകരിച്ച് യേശുവിനോട് താരതമ്യം ചെയ്ത് നാം താഴ്മ ധരിക്കണം, അല്ലാതെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. മത്തായി 22:11-13 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഉപമയിൽ യേശു വിവാഹവസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ പുറത്തേക്ക് എറിഞ്ഞു കളയുന്നതായി കാണാം. എന്തായിരിക്കാം ആ വിവാഹവസ്ത്രം? വെളിപ്പാട് 22:14 തങ്ങളുടെ വസ്ത്രം അലക്കുന്നവരെക്കുറിച്ചും പറയുന്നുണ്ട്.
അവർ ആരെല്ലാമാണെന്ന് വായിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ. താഴ്മയുടെ ഡ്രസ് കോഡ് ധരിച്ചില്ലെങ്കിൽ ഒന്നിനും അവകാശമില്ല എന്ന് തന്നെയാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ നിലവിൽ നമ്മിലുള്ള അഹങ്കാരത്തെ പരിശ്രമത്താൽ മാറ്റി താഴ്മ ധരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.